എന്താ സാറ് വിളിപ്പിച്ചേ? എന്റെ മുഞ്ചിനെ വിളിപ്പിച്ചേടാ. അല്ല സാറേ, സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ ഒരു ഫോട്ടോ കൊടുത്തുടാം. അപ്പൊ സാറിന് കാണാൻ തോന്നുകയാണെങ്കിൽ സാർ ആ ഫോട്ടോ കണ്ടാൽ മതി. ഇവന്റെ മോന്ത കാണാൻ പറ്റില്ലേ, പിന്നെയാണ് നിന്റെ മോന്ത കാണാൻ. തന്റെ മോന്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ തന്നെ വിളിപ്പിച്ചേ. എവിടെ നിന്ന് കിട്ടിയ സാധനത്തിനൊക്കെ? കിട്ടിയതല്ല സാറേ, കിട്ടിയതൊക്കെയാണ് നല്ലതൊക്കെ എടുക്കില്ല. നിനക്കറിയോ, അവനെ വാറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോ വാട്സിനെ കുറിച്ച് എഴുതിയോണ്ടാണ് അവൻ. ഇരിക്കേണ്ടതല്ലേ സാറേ. ഇപ്രാവശ്യം ക്ഷമിക്കും, സാറിന് നല്ല റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. എന്തിന്റെ? വാറ്റിന്റെ, നല്ല നാടൻ വാറ്റിന്റെ. അതല്ലടോ ഇത് വാല്യൂ ആഡഡ് ടാക്സ്, VAT വാറ്റ്. തനിക്കറിയോ, ഈവൻ ഈ കോളേജിലുള്ള എല്ലാ പെൺപിള്ളേർക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കലാണ് ഇവന്റെ പണി. അതും കൂടാണ്ട് പാചകത്തിൽ നിന്ന് ബംഗാളി പെണ്ണിന്റെ വരെ പിന്നാലെ പാചകം അടിച്ചു കിടക്കലാണ് ഇവന്റെ പണി. അല്ല, നീ എന്തും പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ നടക്കണേ? വേലക്കാരിയായിരുന്നാലും ഭാഷ പോലും അറിയില്ല, എന്നിട്ടാണ് അതിന്റെ പിന്നാലെ നടക്കണത്. ഉറപ്പായി എനിക്കുണ്ടായത് തന്നെ. സ്ഥലത്ത് ക്ഷമിക്കണം പ്ലീസ്. പ്രിൻസിപ്പൽ ഗോപാലകൃഷ്ണൻ ഞാനാണെങ്കിൽ ഇവന് ടീസ് ഉറപ്പാ. സാർ ഉറപ്പാ? ഉറപ്പാ. അപ്പാ മൂക്കിടിച്ച് പരത്തേക്ക് മാക്രി ഗോപാല എന്തോ അല്ല പ്രിൻസിപ്പൽ ഗോപാലകൃഷ്ണൻ. അതിപ്പോ പണ്ട് നീ ഞങ്ങളുടെ കൂടെ പഠിക്കുമ്പോ മാക്രി ഗോപാലൻ. അതിന്റെ എങ്ങനെ വന്നത് നിനക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പ്രൈമറി സ്കൂളിലെ പിള്ളേർക്ക് കഞ്ഞി വയ്ക്കാൻ വന്ന ചേച്ചിനെ സഹായിക്കാൻ വന്ന പെൺകൊച്ചിനെ കാണാൻ വേണ്ടി കഞ്ഞിപ്പരടം മതിൽ ചാടി ചാടി നിനക്ക് വന്ന പേരാണ് മാക്രി ഗോപാലൻ. മനസ്സിലായ? ഫ്ലാഷ് ബാക്ക് ഞാൻ കോളേജിലോട്ട് ഫ്ലാഷ് ആക്കട്ടെ. ചതിക്കരുത്. അപ്പൊ എന്റെ മോന്റെ TC അതിവിടെ സേഫ്.